വി അനുമോദിലേക്ക് പോകാം. അനുമോദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെയും പാലക്കാട്ടെയും ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഈ പോളിംഗ് ശതമാനം വളരെയധികം വോട്ടിനെ ബാധിക്കും. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഈ പോളിംഗ് ശതമാനം. അതുകൊണ്ട് എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നിശബ്ദ പ്രചരണ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും അശ്വതി, നമുക്കറിയാം ഇന്നത്തെ ആ ഒരു ദിവസം പരമാവധി ആളുകളെ നേരിൽ കണ്ട് ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അവസാന വട്ടം ഒന്ന് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉള്ളത്. ഓരോ വോട്ടും വാർഡിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഓരോ വോട്ടും വിലപ്പെട്ടതാകുമ്പോൾ ഒരു തരത്തിലും ഒന്നും നഷ്ടമാക്കി കളയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവസാന ഘട്ടത്തിൽ. നമുക്കറിയാം പാലക്കാടെയും സാഹചര്യങ്ങളും മലപ്പുറത്തെ സാഹചര്യങ്ങളും മറ്റ് ജില്ലകളെ പോലെയല്ല. പാലക്കാട് BJPയുടെ വലിയ പ്രതീക്ഷയുള്ള ഒരു ഇടം കൂടിയാണ്. പാലക്കാട് നഗരസഭ 2 തവണയായി BJP ഭരിക്കുന്നതാണ്. ഇത്തവണ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. BJPയെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിലെ അന്തഃഛിദ്രങ്ങളാണ് അവിടെ തലവേദന സൃഷ്ടിക്കുന്നത്. കൃഷ്ണകുമാർ പക്ഷവും മറുപക്ഷവും തമ്മിലുള്ള ശാക്തിക ചേരികളുടെ വടംവലി അത് വലിയ തോതിൽ തന്നെ പാർട്ടിയെ അവിടെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സമയം വരെയും നമ്മളത് കണ്ടതാണ്. കൃഷ്ണകുമാർ പക്ഷം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയും അത്തരത്തിൽ അതിനെതിരെ മറുവിഭാഗം രംഗത്തെത്തുകയൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ എത്രമാത്രം തലവേദന ഉണ്ടാക്കുമെന്നതാണ് BJPയെ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നത്. തുടർച്ചയായ 3-ാം തവണയും ഹാർട്രിക് അവിടെ അടിക്കാൻ തടസ്സമാകുന്നത് പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നങ്ങളാണ് എന്നിരിക്കെ മറുവശത്ത് UDFന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഘട്ടത്തിലാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ വിവാദങ്ങൾ ഉയരുന്നതും അദ്ദേഹം തുടർച്ചയായി ഇപ്പോൾ ഇത്രയും ദിവസം എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യം വരുന്നതും. നേരത്തെ തനിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർക്ക് വേണ്ടി താൻ രംഗത്തെത്തും, പ്രചരണത്തിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിവാദത്തിലകപ്പെട്ട് ഒളിവിൽ പോയത് UDFനെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഈ പാർട്ടിയിലെ അന്തഃഛിദ്രത്തെ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രശ്നങ്ങളെ കൊണ്ട് മറികടക്കാനാകുമെന്നൊരു പ്രതീക്ഷ കണക്കൂട്ടലാണുള്ളത്. മറുവശത്ത് LDF ആകട്ടെ അവർക്ക് UDFിനും BJPക്കും ആണ് സാധ്യത എന്നിരിക്കെ ഈ 2 പ്രശ്നങ്ങളും BJPയിലെ അന്തഃഛിദ്രവും UDFിനെതിരെ രാഹുൽ മാങ്കൂട്ടം വിവാദവും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യം LDFന് ഗുണം ചെയ്യും എന്നൊരു കണക്കൂട്ടലാണ് LDFനെ സംബന്ധിച്ചുള്ളത്. മണ്ണർക്കാട്ടേക്ക് വരികയാണെങ്കിൽ മണ്ണർക്കാട് PK ശശി വിഭാഗക്കാർ അവിടെ LDFന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ UDFുമായിട്ട് കടുത്ത പോരാട്ടം നിലനിൽക്കുന്ന നഗരസഭ പിടിച്ചെടുക്കാമെന്ന LDFിൻ്റെ ആ ഒരു പ്രതീക്ഷയ്ക്ക് PK ശശി വിഭാഗത്തിൽ സ്ഥാനാർത്ഥികൾ ഒരു വെല്ലുവിളിയാവുന്ന സാഹചര്യമാണുള്ളത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം UDFിൻ്റെ ഉറച്ച കോട്ട തന്നെയാണ് എക്കാലവും മലപ്പുറം. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനുള്ളൊരു പോരാട്ടമാണ് LDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 24 പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ LDF വിജയിച്ചതെങ്കിൽ ഇത്തവണ അതിലുമധികം പഞ്ചായത്തുകളിൽ വിജയം നേടാനാണ് LDFിൻ്റെ ഭാഗത്തുള്ള നീക്കം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലീഗ് കോൺഗ്രസ് ഭിന്നത ഇവിടെ കുറവാണ് എന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. പൊന്മുണ്ട മാത്രമാണ് അത്തരത്തിൽ ഒരു ഭിന്നത നിലനിൽക്കുന്ന ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ഇടമായിട്ടുള്ളത്. പെരുവണ്ണയിലും ലീഗും കോൺഗ്രസും ഭിന്നതയുണ്ടെങ്കിലും അത് പൊന്മുണ്ടത്തെ പോലെ ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. ബാക്കിയിടങ്ങളിലൊക്കെ ഐക്യത്തോടെ പോകാൻ കഴിയുന്നു എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നഗരസഭകളിലും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ UDFിൻ്റെ ഒരു മേധാവിത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നഗരസഭയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നിലമ്പൂരും അതുപോലെ പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലുമാണ് ഇടതുപക്ഷം വിജയിക്കാനായത്. ഇത്തവണ തിരൂര് കൂടി ഇടതുപക്ഷത്തിനേറെ പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിലും കടുത്ത പോരാട്ടമാണ് ഇടതുപക്ഷം അവിടെ കാഴ്ചവെക്കുന്നത്. മറുവശത്ത് പെരിന്തൽമണ്ണ പിടിച്ചടക്കാമെന്നൊരു പ്രതീക്ഷ UDFിനുണ്ട്. കാരണം 34 വർഷമായിട്ട് ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന നഗരസഭയാണ് പെരിന്തൽമണ്ണ. അവിടെ അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടെന്നും അത് മുതലെടുക്കാവുന്ന ഒരു കണക്കൂട്ടലാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. നേരത്തെ PV അൻവർ ഇടതുപക്ഷ MLA ആയിരിക്കുന്ന സമയത്ത് നിലമ്പൂർ തിരിച്ചടക്കിയിരുന്നു CPM. ഇത്തവണയും അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ അവിടെ ഭരണം നിലനിർത്താമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. UDF ആകട്ടെ ഇടതുപക്ഷത്തെ MLA ആയി വരികയും അവിടുത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവനായിട്ട് മാറുകയും PV അൻവർ നിലമ്പൂരിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തതോടെ UDFിനെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ട് നിലമ്പൂരിൻ്റെ കാര്യത്തിലും. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ പഞ്ചായത്തുകളിലും
ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ UDF കൃത്യമായ ഒരു മേൽക്കൈ മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിലനിർത്താൻ തന്നെയാണ് UDF ഭാഗത്തു നിന്നുള്ള നീക്കം. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട ഒരു കാര്യം. മുൻപൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഹകരിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇപ്പോൾ പരസ്യമായിട്ട് UDF ഒപ്പമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ LDF എല്ലായിടത്തും വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കിയ വിഷയമാണ്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയാനുള്ള ഒരു കാര്യം. പലയിടത്തും UDF സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഗുണം ചെയ്യുന്നൊരു വിലയിരുത്തലുണ്ട്. ഒരു സഖ്യമല്ല, ഒരു സഹകരണ നീക്കമാണ് നടക്കുന്നത്. പ്രാദേശിക തലത്തിലുള്ള സഹകരണമാണ് ഇവിടെ എന്നാണ് UDF ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമെങ്കിൽ പോലും LDF ഇത് വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കുന്നുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ മറുപടി എന്താകുമെന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികകളാണ് എന്നതുകൊണ്ട് തന്നെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ഫലം ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിനപ്പുറം വോട്ട് ശതമാനക്കണക്കിൽ പോലും നിർണായകമാകുന്ന സാഹചര്യമാണുള്ളത്. ശരി അനു, എന്തായാലും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന 7 ജില്ലകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇതുവരെ ഉള്ളതാണ് നമ്മൾ